കൂട്ടുകാരെ, നമുക്ക് ഈ ബാസ്ക്കറ്റ് ഒന്ന് പഠിച്ചാലോ? ഇത് കണ്ടോ, ഇത് നല്ലതല്ലേ? നമ്മൾ ഇതുപോലെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാക്കാമെങ്കിലുണ്ടല്ലോ, നമുക്ക് കടയിൽ സാധനം മേടിക്കാം. ഇപ്പോൾ പ്ലാസ്റ്റിക് കവർ കൊണ്ടൊന്നും പോകാനൊക്കത്തില്ല. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഉണ്ടാക്കി നമുക്ക് കടയിൽ കൊണ്ടുപോകാൻ നല്ലതാണ് കേട്ടോ. നല്ല ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ എല്ലാം കോർത്ത് തീർന്നില്ല. ഇത് പിടിച്ചുകൊണ്ട് നമുക്ക് പോകാം. എല്ലാ സാധനവും സ്ക്രൂ ഡ്രൈവർ പോകുന്നവർക്കും കാറയിൽ പോകുന്നവർക്കും നടന്നു പോകുന്നവർക്കും ഒക്കെ ഇത് നല്ല പ്രയോജനമുള്ള സാധനം കടയിലൊക്കെ കൊണ്ട്. അതിൻ്റെ നമുക്കൊരു കെട്ട് പഠിച്ചാലും ഒന്ന് പഠിച്ചു നോക്കാം. ഇത് ഒന്നും പഠിക്കാനല്ല, സിമ്പിളാണ്, എളുപ്പം പഠിക്കാം. ഇത് കണ്ടോ, നമ്മളൊക്കെ കൊച്ചിലെ ഈ ഓലക്കാലോട്ട് കാറ്റാടി ഉണ്ടാക്കിയിട്ടില്ലേ, ആ രീതി. ഇതാ ഇങ്ങനെ മടക്കുക, ഇങ്ങനെ മടക്കിയിട്ട് ഇത് ഇങ്ങനെ ഇങ്ങോട്ട് വെക്കുക, ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ അടിയിൽ കൊടുക്കുക, എടുത്ത് ഇങ്ങനെ കോർക്കുമ്പോൾ ഇത് നമ്മൾ ഓർത്താൽ മതി കൊച്ചിയിലെ കാറ്റാടി ഉണ്ടാക്കിയത്. കണ്ടോ, ഇതൊരു കാറ്റാടിയുടെ കെട്ടായില്ലേ. ഇത് തന്നെ വീണ്ടും അടിച്ചിട്ട് ഇങ്ങനെ വീണ്ടും നമ്മൾ കെട്ടി നോക്കുക. ഇങ്ങനെ ഒരു ചെറിയ കഷ്ണങ്ങളൊക്കെ എടുത്ത് വെച്ച് കെട്ടി നോക്കണം. അപ്പോൾ എളുപ്പമൊന്ന് പഠിക്കാം. ഇതന്നെ ആരും പഠിപ്പിച്ചതല്ല, ഞാൻ ഈ കാറ്റാടി കെട്ടോർത്ത് ഇങ്ങനെ പഠിച്ചതാണ്. കണ്ടോ, എന്നിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഈ കെട്ടങ്ങ് മുറുകും. കണ്ടോ, ഇതാണ് കെട്ട്. എന്നിട്ട് അടുത്തത് എടുക്കുമ്പോൾ ഇതിപ്പോൾ രണ്ടെടുത്തില്ലേ, അടുത്ത കെട്ടെടുക്കുമ്പം ഒന്നും കൂടി ഇതേ ഈ ഒരു വള്ളിയിൽ ഒന്നും കൂടെ വെച്ചാൽ മതി. വെച്ച് ഇതിലെ അങ്ങോട്ട് വെക്കുമ്പോൾ കെട്ടായി. അതിൻ്റെ തന്നെ ഇതാ ഇത് കാണിക്കാം. ഇതിങ്ങനെ വന്നു, ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചു. ഇതേന്ന് മറ്റേ ആദ്യം എടുത്തപ്പോൾ രണ്ടെടുത്തു, പിന്നെ നമ്മൾ ഒരെണ്ണം അതേ വെച്ച് കൊടുത്തേ ഉള്ളൂ. ഇതാണല്ലോ, ഇങ്ങനെ കെട്ടി 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 അങ്ങ് പോകണം. അതാണ് ഇതിൻ്റെ കെട്ട്. ഇതേ ഉള്ളൂ, ഇത്ര ഈ ഒരു കാര്യം പഠിക്കാനുള്ളൂ. അതുപോലെ കെട്ടിയെടുത്താണ്. ഇത് കണ്ടോ, ഈ ബേസ്മെൻറ്റ് കണ്ടോ. ഇത് ഞാൻ ഒരെണ്ണത്തിൻ്റെ ഇതുപോലെ ഉണ്ടാക്കാൻ ബേസ്മെൻറ്റ് ഉണ്ടാക്കി വെച്ചേക്കുക. കണ്ടോ, ഇത് ഞാൻ മൊത്തം ആദ്യം തൊട്ട് ഇങ്ങനെ കെട്ടി കാണിച്ചാൽ ഈ വീഡിയോ ഒത്തിരി പോകും. അതുകൊണ്ടാണ് ആ ഒരു കെട്ട് പല പ്രാവശ്യം നമ്മൾ കൈകൊണ്ട് കെട്ടി 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 പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വേറെ ഒന്നും പോകണ്ട, വീട്ടിലിരുന്ന് ഉണ്ടാക്കാം. ഞാൻ ഇത് കാറ്റാടി കൊച്ചിലെ ഉണ്ടാക്കിയ ഓർമ്മ വെച്ച് ഉണ്ടാക്കിയതാണ്. ഇതിനെന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ അളവും എനിക്ക് ഒറ്റ 2 മീറ്ററോ 1.5 മീറ്ററോ ഒക്കെ പറയും. എനിക്ക് ആ അളവൊന്നും പറയാൻ അറിയത്തില്ല. ഞാനിത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതേ ഒരു വലിപ്പമുള്ളൂ, ഇവിടെ നിന്ന് ഇവിടം വരെ, പിന്നെ ഇവിടം വരെ, ഇവിടം വരെ, ഇങ്ങനെ ഒരു അളവെടുത്തിട്ട് അത് 3ആയിട്ട് മടക്കുമ്പോൾ അത് 3 ഇരട്ടിയായി. പിന്നെ ഇതിൻ്റെ അകത്തോട്ടിടാനുള്ള ഈ തുമ്പിൻ്റെ നീളം കൊടുക്കും ഇട്ടിട്ടാണ് ഞാൻ എടുക്കുന്നത്. എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അങ്ങ് എടുക്കുക. ഇതിപ്പോൾ ബേസ്മെൻറ്റ് മൊത്തവുമായി. ഇനി ഇതേ തന്നെ നമുക്ക് കെട്ടിത്തുടങ്ങാം. ഇതേന്ന് കെട്ടിത്തുടങ്ങാൻ ഇതാ പുതുതായിട്ട് കെട്ടുവാണ്. നമ്മളിന്നാൾ എല്ലാം ബാസ്ക്കറ്റിൻ്റെ ഞാൻ കാണിച്ചു. അത് തുടങ്ങിയതെല്ലാം കാണിച്ച് ഇനി അത് കംപ്ലീറ്റ് തീർത്തത്. അപ്പം നിങ്ങൾ ഇനി കാണിക്കേണ്ടത് ഈ ഭാഗമാണ്. തീർത്ത് വരുമ്പോൾ ഇവിടെ വന്ന് തുടങ്ങി ഇങ്ങോട്ട് വന്ന് തീർത്ത് വന്ന് ഇതേ കൂട്ടിമുട്ടിക്കുന്ന കാണിക്കാം. അത് തന്നെ. പിന്നെ ഒരു വ്യത്യാസം നിങ്ങൾ നോക്കിക്കോണം. 2 കെട്ട വെച്ചാണ് ചെയ്തേക്കുന്നത്. ഇവിടെ വന്നപ്പം കണ്ടോ, ഏറ്റവും മേളിൽ വന്നപ്പോൾ അത് 3 കെട്ടയാക്കി. അതെന്ന് വെച്ചാൽ ഒരെണ്ണം അധികം വിട്ടിട്ട്, ഈ അധികം വിട്ടേക്കുന്നത് എന്തിനാണെന്നറിയാമോ? അത് നമുക്ക് ഇങ്ങനെ മടക്കാൻ, ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ ഇല്ല, കണ്ടോ, ഇപ്പം 2 കെട്ട ആവശ്യത്തിനുള്ള കട്ടയേ ഉള്ളൂ. ഇപ്പം 2ഓ 4ഓ നമ്മുടെ ഇഷ്ടം ആ കട്ട ഇടുന്നേട്ടോ കേട്ടോ. അത് ഇത് കൂട്ടിച്ചേർക്കുന്ന കാണിക്കാനാണ് ഞാനിവിടെ. കണ്ടോ, ഇവിടെ വന്നു ഇപ്പുറത്ത് വന്നു. ഇനി ഇത് കൂട്ടിച്ചേർക്കണേ ഞാൻ കാണില്ല, അത് ശ്രദ്ധിച്ച് കണ്ടോണേ. അപ്പോൾ ഇത് ഇച്ചിരി ഇങ്ങോട്ട് അയച്ചിട്ട് ഇതിനകത്തോട്ട് ഇതിങ്ങനെ അടിക്കോട്ട് മടക്കി പിടിച്ച് ഇതിലോട്ട് കോർത്തിട്ട് ഈ വള്ളി ഇതിനകത്തോട്ട് കയറ്റിക്കഴിഞ്ഞ് ഇതിനെ അടുപ്പിക്കണം. അല്ല, ഇത് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് ഇനി വലിക്കണം. വലിക്കുമ്പോൾ അത് കൂട്ടിച്ചേർത്തുണ്ട്. അതിൻ്റെ അകത്തോട്ടുള്ള വള്ളി ഇങ്ങനെ അത് കൂട്ടിച്ചേർന്നുണ്ട്. ഇനി ഇത് ചെയ്യേണ്ടതാണ് തെയ്യാൻ. അപ്പോൾ ഞാൻ എല്ലാം കൂടെ മൊത്തം കാണിക്കാൻ പറ്റത്തില്ലല്ലോ, അതിനാണ് ഞാൻ ഇങ്ങനെ കുറച്ചാക്കി വെച്ചേക്കുന്നത്. അതിനെ ഇങ്ങനെ ഇനി എടുക്കുമ്പോൾ ഇതിൻ്റെ ഈ 3ാമത്തെ കട്ടയിലോട്ട് അകത്ത് കോർക്കണം. കണ്ടോണേ, മൂന്നാമത്തെ കൊട്ടയെ കോർത്ത് ഇങ്ങനെ വലിച്ച് അതങ്ങ് മടക്കണം. മടക്കിയിട്ട് അത് ഒരു 4-5 കട്ട കൂടെ കോർക്കണം. എത്ര നീളം കോർക്കാമെങ്കിൽ അത്രയും കോർക്കുക. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ മടക്കുന്നത്. ഇനി ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്രയും സ്ഥലം ഇങ്ങനെ നിർത്തിയിരുന്നത്. പിന്നെ ഇനി ചെയ്യാനുള്ളത്, പിന്നെ ഇതിന് കണ്ടോ പിടി വെക്കുന്നത്, ആ പിടി കെട്ടുന്നത് ഞാൻ കാണിക്കാം. ഞാൻ നിങ്ങളെ ഇപ്പോൾ ഒന്ന് കെട്ടി തീർത്തത് നിങ്ങളെ കാണിച്ചേക്കുവാണ്. ഇനി ഞാനത് കെട്ടുന്ന കാണിക്കാം. ഇതെടുത്ത് ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന രീതി 4 വള്ളിയാണ് കേട്ടോ. 4 എണ്ണം നമ്മളെ 2 നടം വെച്ച് അതിൻ്റെ രണ്ടാമതേ നടത്തിയ തന്നെ നമ്മൾ തികഞ്ഞില്ലേ വേറെ ഇടും, പക്ഷേ നമ്മൾ അതേ തന്നെ ഇടുന്നതാണ് ഭംഗി. ഇതിൻ്റെ ഈ ഭാഗം കൊണ്ട് നമ്മൾ അകത്തോട്ട് വിട്ട്
അതെടുത്ത് 2 കട്ട വിട്ട് ഇപ്പുറത്തോട്ട് പുറത്തെടുക്കണം. അല്ല, ആ കോർത്തെടുത്തിട്ട് ഇതങ്ങ് ഒരുപോലെ ആക്കണം. ഒരുപോലെ ആക്കിയിട്ട് അത് വലിക്കുമ്പോൾ അതങ്ങ് ഒരുപോലെ ആയിക്കോളും. അല്ല, ഇനി ഇതിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ഈ ചരിച്ചിട്ട് ഇതാ ഇങ്ങനെ പിടിച്ചു, 2 ഇങ്ങനെ പിടിച്ചു, വീണ്ടും ഇത് 4 ഞാനിങ്ങനെ തോത്തി പിടിച്ചു. നമ്മൾ ശ്രദ്ധിച്ച് പിടിക്കണം. എന്നിട്ട് ഒന്നെടുത്ത് നമ്മളില്ലേ പാ നെയ്യുന്ന പോലെ ഒന്നെടുത്ത് അടിയിൽ വെച്ചു, ഒന്നെടുത്ത് മേളിൽ വെച്ചു, ഒന്നെടുത്ത് അടിയിൽ വെച്ചു. ഇങ്ങനെ വീണ്ടും അടുത്തതെടുത്ത് അത് തിരിച്ച് അടിയിലാക്കി, ഇത് മേളിലാക്കി, ഇത് അടിയിലാക്കി, കണ്ടോ, ഇത് മേളിലാക്കി. അപ്പോൾ ഈ പാ നെയ്ത പോലെ വന്നു. ഇതുണ്ട്. അപ്പോൾ ചോദിക്കും ഉരുണ്ടകല, അത് ഉരുണ്ട് വന്നോളും. കണ്ടോ, നമ്മളിങ്ങനെ ചെയ്യുന്ന ഉരുട്ടിയില്ല. ഇനിയും വീണ്ടും ഇവിടെ നിൽക്കുമല്ലേ, അതിനെ ഈ അടിയിൽ കൂടെ എടുത്ത് അതിനെ വീണ്ടും വാ ഉണ്ടോ, വീണ്ടും അടുത്തെടുക്കുമ്പോൾ ഇതാ ഇത് അടിയിൽ കൊടുത്തു, ഇത് മേളിലായി, ഇത് അടിയിലായി, ഇത് മേളിലായി. ഇപ്പോൾ 4 അങ്ങോട്ട് 4 ഇങ്ങോട്ട് തിരിച്ചു എല്ലാം കമന്നിരിക്കണേ. അപ്പോൾ വീണ്ടും ഈ കറുത്തതിനെ അടിയിൽ കൂടെ എടുത്ത് കൊണ്ടുവന്ന് കണ്ടോ. അപ്പം ഇതിനെ ഞാനാക്കി ഇതിൻ്റെ അടിയിൽ പോയി, ഇതിൻ്റെ മേടി വന്നപ്പോൾ മരുന്നാണ് അതിങ്ങനെ മുറുക്കുമ്പം ഇത് ഉരുണ്ട് വരും. വീണ്ടും ഇവിടെ നിന്ന് എടുത്ത് ഇത് കൊണ്ടുവന്നു. അപ്പോൾ നോക്കണം, ഇത് അടിക്ക് ഇതിനെ ഈ റോസിനെ മേളിലാക്കി, വീണ്ടും ഇതിനെ അടിയിലാക്കി, ഇതിനെ മേളിലാക്കി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഉരുട്ടി ഈ അടിയിൽ കൂടെ എടുക്കുമ്പോഴാണ് ഇത് ഉരുണ്ട് വരുന്നത്. കണ്ടോ, ഇത് തന്നെ ഇവിടെ വന്നോളൂ. ഇങ്ങനെ ഉരുണ്ട് വന്നിട്ട് ഇത് കണ്ടോ. പിന്നെ ഈ ഭാഗം വെച്ച് നമ്മൾ അകത്താക്കി ഇത് കോർത്തെടുക്കണം. കോർത്ത് പിന്നെ പോകാതെ നമുക്ക് ചെയ്തവർ നമ്മളെ മനസ്സിലുണ്ടല്ലോ, നമുക്കറിയാമല്ലോ ഒരുവിധം. അത് ഇങ്ങനെ ചെയ്യണം. ഇതെടുക്കുക, നമുക്കിങ്ങനെ കെട്ടി ഇങ്ങനെ ഉരുട്ടി കണ്ടോ, ഇതിങ്ങനെ വന്നോളൂ. ഇങ്ങനെ വന്നതാണിത്. ഇതാണ് ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്ത് തീരുന്നിടം വരെ ഞാൻ നിങ്ങളെ കാണിക്കാനില്ല. നിങ്ങൾ എത്ര സമയം കാണേണ്ടതായിട്ട് വരും. പിന്നെ നിങ്ങളങ്ങ് മടുക്കും. നിങ്ങൾ പറയും, ഓ ഇത് വേറെ പണിയില്ല, കാണാൻ പോകും. അത് വേണ്ട. അതാകുമ്പോൾ ഇത് നിങ്ങൾക്ക് കാണേണ്ടത് ഞാൻ ശരിക്കും കാണിച്ചു. പിന്നെ നിങ്ങൾക്ക് തീരെ കെട്ടറിയാൻ വയ്യെങ്കിൽ വീണ്ടും ഞാൻ കേട്ട് കാണിക്കാം. ഇങ്ങനെ പിടിക്കുക. ഇത്രയും കാര്യമേ ഉള്ളൂ. കേട്ടോ, ഇങ്ങനെ എടുക്കുക. ഇതെന്നിട്ട് ഇങ്ങോട്ട് നോക്കുക. അതാദ്യമേ ഒരു ഓലക്കാരുണ്ടല്ലോ, പച്ച ഓലക്കാരൻ, അതെടുത്ത് ചുമ്മാതെ കുറച്ച് കെട്ടി പഠിക്കും. പിന്നെ ഇതേലോട്ട് തന്നെ വീണ്ടും കണ്ടോ, ഇതിങ്ങനെ പിടിച്ചും കൊണ്ട് ഇങ്ങോട്ട് വീണ്ടും കെട്ടുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കെട്ട്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ കെട്ടി ഈ ഒരു തുമ്പേ കെട്ടി നമ്മുടെ ആവശ്യമുള്ള നീളമാകുമ്പോൾ അടുത്തതെടുത്ത് ഇവിടുന്ന് വീണ്ടും അന്നേരം ഒരു എണ്ണം എടുക്കുക. ഇതേലിങ്ങനെ കെട്ടിപ്പോവാം. ഇതേലിങ്ങനെ ചുറ്റി അടുത്ത് ഇങ്ങനെ വരുന്നത് ചുറ്റും അങ്ങനെ ബേസ്മെൻറ്റ് ആദ്യം എടുക്കണം. എന്നിട്ട് അതിൻ്റെ മേളിലോട്ട് കെട്ടണം. മേളിലോട്ട് കെട്ടി വരുമ്പോൾ ഇതായത് കണ്ടോ, ഇപ്പം ഇതാണ് മേളിലോട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ നിരപ്പുള്ള ഇത് ഇവിടുന്ന് അങ്ങോട്ട് വന്നു. ഇത് ഈ അറ്റത്തെ പ്ലാസ്റ്റിക്കേ വന്നു. എന്നിട്ട് ഈ നമ്മൾ കൊണ്ടുപോയ പ്ലാസ്റ്റിക് തന്നെ പിടിച്ച് വേണം ഇപ്പുറത്തെ ഈ തുമ്പയിലോട്ട് കെട്ടാൻ. അപ്പോഴാണ് ഇത് വളഞ്ഞ് വരുന്നത്. അങ്ങനെ വളഞ്ഞ് 4 വശവും അങ്ങനെ വളച്ചെടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഇത് മുഴുവൻ തീർത്തിട്ട് നിങ്ങളെ കാണിക്കാൻ പോയാൽ ഇതുണ്ടല്ലോ, ഇത് ഞാൻ കോർക്കാനായിട്ട് ആക്കിയിട്ടേക്കുക. ഇത് ബാക്കി കോർക്കണം ഇതിൻ്റെ പിടി. എന്നിട്ട് പിടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വണ്ടിയുടെ ഇതേ ചുറ്റി അകത്തിങ്ങനെ കോർത്താൽ ഒന്നുകൂടി ഇതിനകത്ത് ഇതേ പിടിച്ചിങ്ങനെ ബലമായിട്ടിരിക്കും. അങ്ങനെ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സന്തോഷമാണ്. നമ്മൾ ചുമ്മാ വീട്ടിൽ ഇരിക്കുമ്പോൾ ഈ ഉച്ച കഴിഞ്ഞിരിക്കുമ്പോഴോ ഒക്കെ ഒത്തിരി സമയം നമുക്കിപ്പോൾ ഉണ്ട്. പണ്ടത്തെ പോലല്ല. പണ്ടത്തെ ജോലിയൊന്നും ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഒത്തിരി സമയമുണ്ട് വീട്ടിലേക്ക് അമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ ആർക്കും ചെയ്യാവുന്നതാണ്. ഇത് സന്തോഷമായിട്ട് എനിക്കിവിടെ ഉണ്ട്. ഞാനത് ചെയ്ത ഇതുകൊണ്ടാണ് ഞാൻ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ ഞങ്ങൾ കൊണ്ടുവന്ന് ബാസ്ക്കറ്റ് ഇതിനെ കളിച്ചൂടെ വരിക. അപ്പം നമുക്ക് മാർക്കറ്റിൽ സാധനം മേടിക്കാൻ കൊണ്ടുപോകാം. ഇത് വെച്ച് ടിഷ്യൂ പേപ്പറിൻ്റെ ബോക്സ് ഉണ്ടാക്കാം. അതുണ്ടാക്കിയത് ഞാൻ കാണിക്കാം. ഹലോ, നിങ്ങൾ കണ്ടോ, ഞാൻ ഉണ്ടാക്കിയാണ് ഇവിടെ ഞങ്ങൾ കടയിൽ കൊണ്ടുവന്നത്. ഇങ്ങനെ നമുക്ക് ഒരെണ്ണം ഉണ്ടാക്കിയാൽ നമുക്ക് കടയിൽ കൊണ്ടുപോകാൻ ഉപയോഗിക്കുമല്ലോ.
പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കല്ലോ. അതല്ല ഉണ്ടോ, ഇവിടെ ഒരു ബട്ടൺസ് കൂടെ പിടിപ്പിക്കാമെങ്കിൽ അത് ചൂടെടുക്കാതിരിക്കും. ഇത് നല്ലൊരു സാധനമല്ലേ നമുക്ക്. ഇന്നിപ്പോൾ പ്ലാസ്റ്റിക് കവറൊന്നും കടയിൽ തരത്തുമില്ല, കൊണ്ടുപോകും. അതുപോലെ തന്നെ കണ്ട ടിഷ്യൂ പേപ്പർ ഇടാനായിട്ട് ഞാനൊരു ബോക്സ് ഉണ്ടാക്കി. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കും. നമ്മൾ ആ കെട്ട് പഠിച്ചാൽ നമുക്ക് ഐഡിയ കിട്ടുന്നുണ്ട്. ഇതിനകത്തോട്ട് ടിഷ്യൂ പേപ്പർ വെക്കാം. ഉണ്ടോ ഇങ്ങനെ വെച്ച് ഇവിടെ വെക്കാം. എന്നിട്ട് അത് ടിഷ്യൂ ഇങ്ങനെ വെക്കാം. അത് നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുണ്ടാക്കിയെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. നമ്മുടെ കൈകൊണ്ട് നമ്മുടെ സന്തോഷം ഉണ്ടാക്കുക, അത് സന്തോഷമാണ്. ചുമ്മാ അതിരുന്ന് ഉറങ്ങാതെ, ഉറങ്ങേണ്ടവരെപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുക. ആ ഉറങ്ങില്ല, കുറച്ച് ഉറക്കമൊക്കെ മാറ്റി വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇഷ്ടമുള്ളവർക്കൊക്കെ ചെയ്യുക. എല്ലാവരും ചെയ്യണം കേട്ടോ. ഓക്കെ, ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ.